ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ കേതുർ ദോഷവും രാഹുർ ദോഷവും അനുഭവിക്കുന്നവരുടെ ദോഷങ്ങൾ മാറുന്നതിനുള്ള ഒരു മന്ത്രത്തെ പറ്റി പരിചയപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതായത് കേതുർ ദോഷം നമ്മളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിന് കുറേ തടസ്സങ്ങളായിരിക്കും. അതുപോലെ തന്നെ ജോലിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ജോലി തന്നെ നമുക്ക് ലഭിച്ചെന്ന് വരത്തില്ല. പിന്നെ അവിചാരിതമായിട്ട് ആക്സിഡൻസുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കാതെ കേതുർ ദോഷം എന്ന് പറയുന്നത് ഏതുമില്ലാതെ അനർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതാണ് കേതുർ ദശയുടെ ഒരു ദോഷമെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട മൂർത്തി എന്ന് പറയുന്നത് ഗണപതി ഭഗവാനാണ്. ഗണപതി ഭഗവാനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ ഒക്കുമെങ്കിൽ ഒരു ഗണപതി ഹോമം നടത്താൻ നിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനോട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം എല്ലാ മാസവും ഈ കേതുർ ദോഷമുള്ളവരുടെ പേരിൽ നടത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്നും രാവിലെ കുളിച്ച് ശുദ്ധമായി വന്ന് വിളക്ക് കത്തിച്ചതിന് ശേഷം ഓം ഗം ഗണപതായേ നമ അങ്ങനെ ഗണേശൻ്റെ ഈ മന്ത്രം ഒരു 21 തവണ ജപിക്കാൻ ശ്രദ്ധിക്കുക. ഒക്കുന്ന മാസങ്ങളിലെല്ലാം നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം ഉടയ്ക്കുകയും ചെയ്യുക. അങ്ങനെ കേതുർ ദോഷം എന്ന് പറയുന്നത് 7 വർഷമാണ്. ആ 7 വർഷവും നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്ന് ഈ ദോഷം അകന്നു പോകുന്നതാണ്. അതുപോലെ രാഹുർ ദോഷമുള്ളവർ ശിവഭഗവാനെ അങ്ങേയറ്റം ഭജിക്കുക. ഓം നമഃശിവായ മന്ത്രം മുടങ്ങാതെ 108 പ്രാവശ്യം ഉറപ്പായും ജപിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആയില്യം നാൾ വരുന്ന ദിവസം, അതായത് ആയില്യ പൂജയുള്ള ഒരു അമ്പലത്തിൽ ആയില്യ പൂജ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനോടടുത്ത് കാവുകളുണ്ടെങ്കിൽ അവിടെ പോയി വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. നാഗങ്ങൾക്ക് പിന്നെ പാലോ അങ്ങനെ നമ്മളാൽ കഴിയുന്ന മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. പിന്നെ വെട്ടിക്കോട്ട് ഒക്കുമെങ്കിൽ വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ മണ്ണാർശാലയോ ദർശനം നടത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാഹുർ ദോഷത്തിന് ചെല്ലേണ്ട മന്ത്രമെന്ന് വെച്ചാൽ ഓം നാഗേശ്വരായ നമ എന്ന മന്ത്രം ജപിക്കുക. ഇത് ഒരു 108 വട്ടം ജപിക്കാൻ ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ.